ഹായ് നമസ്കാരം. ഞങ്ങളിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഖത്തർ ഇൻ്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ 2019 നടക്കുന്നുണ്ട്. അത് എഡ്യൂക്കേഷൻ സിറ്റിയിൽ ഓക്സിജൻ പാർക്കിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോകൾ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇത് എത്രാമത്തെയാണ്? പത്താമത്തെ ഫുഡ് ഫെസ്റ്റിവലാണ്. മാർച്ച് 20 മുതൽ മാർച്ച് 30 വരെ ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഫുഡുകളാണ്, ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വന്ന് നോക്കാം. ഓക്കെ, ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ചൊന്ന് ചുറ്റി കളിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് നമ്പർ 6 പോയി. അപ്പോൾ അവിടേക്കും തിരക്കായതുകൊണ്ട് അവർ അവസാനം ഞങ്ങളോട് ഗേറ്റ് നമ്പർ 14 പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഗേറ്റ് നമ്പർ 14 എത്തിയപ്പോൾ പിന്നെ അവിടെ പാർക്കിംഗ് കിട്ടി. ഇത് കണ്ട, ഞങ്ങൾ പോകുന്ന വഴിയിൽ സൈഡിൽ ഒരുപാട് ഇങ്ങനെ കണ്ട മൊബൈൽ വാൻസിൻ്റെ ഫുഡൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ കുറേ ടേബിളുകൾ ഇട്ടുണ്ട് കേട്ടോ. അവർ കണ്ട അവിടെ നമുക്ക് ഫുഡൊക്കെ മേടിച്ച് ഇങ്ങനെ എന്താ പറയുക, അവിടെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി നടക്കാനുണ്ട് ഓക്സിജൻ പാർക്കിലേക്ക്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തണുപ്പൊന്നും കുഴപ്പമില്ല, അല്ല മുന്നേ. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്, കാറ്റൊന്നുമില്ല. കാറ്റില്ലാത്ത കാരണം നമുക്ക് തണുപ്പ് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. മുന്നിക്കുട്ടി ഇത് കഴുത്തിന്ന് വിടുന്നില്ല. മുന്നി ഓക്സിജൻ പാർക്കിലെത്തി. ഇതിവിടെയാണ് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത്. കണ്ട ഒരുപാട് സ്റ്റാളുകളുണ്ട്. അതുപോലത്തെ ഇവിടുത്തെ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് ബലൂൺ ലൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേകത ഉണ്ടല്ലോ അത് കാണുമ്പോൾ, ഈ ലൈറ്റ്സ് കാണുമ്പോൾ ഒരു പ്രത്യേകത ഇല്ലേ? ഇവിടെ മനോഹരമായിട്ട് ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. QIFF 2019 ഖത്തർ ഇൻ്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ. അപ്പോൾ അതൊക്കെ എന്താ പറയുക, തണുപ്പൊന്നുമില്ല. കാരണം നല്ല രസമായിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. മുന്നിക്കുട്ടി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ടിരുന്ന അതില്ല. മുന്നി അതെ, ഫ്രീ ആയിട്ട് വല്ല ഫുഡ് കിട്ടുമോ നോക്കാനുള്ള. ഫ്രീ ആയിട്ട് എൻട്രി ഉണ്ട്. കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. അപ്പോൾ എന്തൊക്കെ ഫുഡാണ് ഇവിടെ ഉള്ളത് നമുക്ക് നോക്കി നോക്കൊന്ന്. ഇവിടെ കണ്ട ഒരു ടർക്കിഷ് ഐസ്ക്രീം. ഇത് ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു മുന്നത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാനൊരു ടർക്കിഷ് ഐസ്ക്രീം ട്രൈ ചെയ്തിരുന്നു നജ്മ സൂക്കിൽ പോയപ്പോൾ. അപ്പോൾ ഇത് ഇവിടെ ടർക്കിഷ് ഐസ്ക്രീം ഉണ്ട്, വേണമെങ്കിൽ ട്രൈ ചെയ്യുക. ഇവിടെ ഒരു ഷോപ്പിൽ സ്പൈറൽ പൊട്ടാറ്റോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്യാം. അതെ, ഇപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചത് ആൾ ഉണ്ടാക്കുന്നുണ്ട്. മൊക്കൊക്കെ കാണട്ടൊന്നും അല്ലേ? അതെ, ഇത് എത്ര സമയം ഇടണം ചേട്ടാ? 3 മിനിറ്റ് അല്ലേ? അങ്ങനെ നമ്മുടെ സ്പൈറൽ പൊട്ടാറ്റോ റെഡി ആയിട്ടുണ്ട്. അതിൽ ഇനി എന്തൊക്കെയാണ് നമ്മൾ ഇട ചേട്ടാ? കച്ചപ്പ്, മയോണൈസ്, ബാർബിക്യൂ, റെഡ് ചില്ലി, ബ്ലാക്ക് പെപ്പർ, ഗാർലിക് പൗഡർ, ലെമൺ, ഏതാ വേണ്ട വെച്ചാൽ നമ്മൾ ചെയ്തു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പൈറൽ പൊട്ടാറ്റോ കിട്ടിയിട്ടാ. ഇത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി, സൂപ്പറായിട്ട് കേട്ടോ. അപ്പോൾ ഇതിന് 10 റിയാല്. സംഭവം 10 റിയാലിനുള്ളതുണ്ട്. എന്താ പറയുക, ടേസ്റ്റ് ഒരു പ്രത്യേക വേറൊരു ഫ്ലേവർ. അവർ എന്താ പറയുക, മയണൈസ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്ത് തരും. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എന്തുകൊണ്ടെങ്കിലും ആഡ് ചെയ്ത് തരും. പക്ഷേ ഇതെന്തായാലും കിടുവായിട്ടുണ്ട്. ഫുഡ് ഫെസ്റ്റിവലിന് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് മറക്കണ്ട കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ സ്പൈറൽ പൊട്ടാറ്റോയ്ക്ക് ഉണ്ടാക്കി തരും. അതിൻ്റെ ഇഷ്ടപ്പെട്ടോ? ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ ആഡ് ചെയ്തിട്ട്
വേണ്ടെന്ന് പറഞ്ഞിട്ടാ, കാരണം മുന്നിക്ക് സ്പൈസി ആയ പ്രശ്നമില്ല. മുന്നി ചോദിക്കുന്നുണ്ട്, അത് കൊടുക്ക്. മുന്നിക്ക് കൊടുക്കണല്ലേ, മുന്നിന്റെ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുക. മുന്നീനെ അമ്മേനെ ഇവിടെ ഇരുത്തിയിട്ട് സ്റ്റാളുകളൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതാ. തിരിച്ചു വന്നിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. പൊട്ടോട്ട ചിപ്സ് കഴിക്കാൻ വേണ്ടി നോക്കിയതാ. വടി മാത്രമേ ഉള്ളൂ കേട്ടോ. താങ്ക് യു. ലൈറ്റ് ഫുഡ് കഫേ, ഡെസേർട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലത്താണ്. ഞങ്ങൾ ആദ്യം ചെന്ന് എത്തിപ്പെട്ടത് ഈ സ്ഥലത്താണ്. പക്ഷെ വേറെ ഏരിയാസിലൊക്കെ മെയിൻ കോഴ്സ് ഡിഷസ്, അതുപോലെ കിഡ്സ് ഫ്രണ്ട്ലി ഡിഷസ് അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും വന്നിട്ട് എല്ലാ സ്ഥലവും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. എക്സ്പ്ലോർ ചെയ്തിട്ട് ഭക്ഷണമൊക്കെ നന്നായി കഴിച്ചിട്ട് പോവാ. അതെ അതെ, എക്സ്പ്ലോർ ചെയ്തിട്ട് ഭക്ഷണം നന്നായി കഴിച്ചിട്ട് പോവാം. You want to try our fresh juices, sir? Time to refresh now. Thank you, thank you. Thank you, sir. Thank you. ഇതിപ്പോൾ ഇവിടെ ഒരു ചായ ഉണ്ട് കേട്ടോ, അതായത് അബ്സി ടീ. അപ്പം ഞാനിതിലേ വന്നപ്പോൾ ആളെന്നോട് വന്നിട്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അടിപൊളി ചായയാണ്, ഫ്രഷ് മിൽക്കിൽ ഉണ്ടാക്കുന്ന ചായയാണ്. അപ്പോൾ എന്തായാലും കുടിച്ചു നോക്കട്ടെ. എവിടെ സ്ഥലം എവിടെയാ? ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് വക്രയിലാണ്. വക്രയിലുള്ളതാണ് കേട്ടോ. പേരൊന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ? അബ്സി ചായ്. അബ്സി ചായ്. അപ്പോൾ വക്രയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അബ്സി ചായ പോയി ട്രൈ ചെയ്യാം. ഓക്കെ. വേറെ നമ്മളിൽ സ്പെഷ്യൽ സാൻഡ്വിച്ച് ഉണ്ട്, ബർഗർ ഐറ്റംസ് ഉണ്ട്, ഫ്രഷ് ബർഗേഴ്സ് ഉണ്ട്. അപ്പോൾ സ്പെഷ്യലാണ്, എല്ലാം സ്പെഷ്യലാണെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക, വക്രയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ചായ എന്തായാലും സൂപ്പറാണ്. അപ്പോൾ ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നാട്ടിലേക്കും പഞ്ഞിമിഠായി മേടിച്ച് കഴിക്കാറില്ലേ? ഇപ്പോഴത്തെ ഒരു വെറൈറ്റി പഞ്ഞിമിഠായി നോക്കിയേ, കണ്ടില്ലേ? ഒരു വെറൈറ്റി പഞ്ഞിമിഠായി, പൊട്ടാറ്റോ ചിപ്സ്. വെറൈറ്റി പഞ്ഞിമിഠായിക്ക് ഉണ്ട്. മുന്നേ കണ്ടു കഴിഞ്ഞാൽ അപ്പം അത് മേടിക്കും. എന്തായാലും ആളെ കാണിക്കണില്ല. Hi, welcome to Amore Cafe. We have a cotton candy art, we have ice cream, cotton candies, seaweed corn and popcorn. See our babies everywhere. Thank you so much. Thank you. To Qatar International Food Festival 2019. Good luck. Thank you so much. അഞ്ച് ടൈപ്പ് ടർക്കിഷ് കോഫി ഉണ്ട് അവിടെ. അവരുണ്ടാക്കുന്നത് എന്താ, മണ്ണിലാണ് ആ പാത്രം വെച്ചിട്ട് അടിയിൽ നിന്ന് ചൂടാക്കുന്നുണ്ട്. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുണ്ട്.
ഇപ്പോൾ കിഡ്സാനിയനെ പ്രൊമോട്ട് ചെയ്ത് ഇവിടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നിക്കുട്ടിക്ക് കോൺ കഴിക്കണം. അപ്പോൾ അതേ ഇവിടെ കോൺ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കോൺ മേടിക്കാം. ഇതേതായിട്ട് കോൺ ഉണ്ടാക്കുന്നത് കോൺ തരും കേട്ടോ. This because for design, you do it for design. This one it's Coke. Coke. This is chestnut. Yeah. This open it, okay, open it and eat from inside. Yeah, this one, the white color, you will eat it. Yeah, you can eat it. Chestnut ആണോ? ജസ്റ്റ് ഇങ്ങനെ ചുട്ടിരിക്കുക. മുന്നിൽ പോയി. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആണോ? കഴിച്ചു. നമ്മുടെ കോൺ റെഡി ആയിട്ട് കേട്ടോ. മുനീതര ചൂടുണ്ട്. അമ്മ ഇത് പകുതിയാക്കി തരാം. ഉണ്ണി കഴിച്ചോട്ടാ. ഇത് പിടിച്ച് കഴിച്ചോ. കഴിച്ചോ. മുന്നിക്ക് കിട്ടണില്ല.
അപ്പോൾ ഫുഡ് ഫെസ്റ്റിവലിൽ വന്നു കഴിഞ്ഞാൽ ഏത് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അത്ര അധികം ഫുഡ് സ്റ്റാളുകളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു എന്താ പറയുക ഞങ്ങൾ എന്തായാലും വെറൈറ്റി നോക്കാൻ വേണ്ടിയിട്ട് ഫിലിപ്പൈൻസ് ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാം. ഇവിടെ ഇതുണ്ട്, കാണിച്ചു തരാം. هو يعني استخدامه للعيش واستخدامه للاداه القطريه كان وايد سهل له بالنسبه ليش مشابه لليابان. هو استخدم اكلات وجرب انه يجرب يسوي الاكلات الاوروبيه والامريكيه بس ما احس قطار تو اسلام كيو تو قطار البونكا تامشتا كوتو على ماسكا توكا تو ما نشتا كوتو على ماسكا. ഫിലിപ്പൈൻ ഫുഡ് കിട്ടിയില്ലേ? ഫിലിപ്പൈൻ ഫുഡ് കിട്ടി. ആദ്യമായിട്ടല്ല രണ്ടാമത്തെ തവണയാണ് ട്രൈ ചെയ്യണത്. നെക്സ്റ്റ് ബിരിയാണി. ഫിലിപ്പൈൻ ഫുഡ് മേടിച്ചത് അതിൻ്റെ അപ്പുറത്ത് കൂടെ പോയപ്പോൾ തന്തൂറിൽ ബിരിയാണി. അപ്പോൾ ഇതേ രേഷ്മത് ബിരിയാണി മേടിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പൊ കയ്യിലിപ്പോ ചിക്കൻ ബിരിയാണി ഉണ്ട്. പിന്നെ മറ്റേ നമ്മള് ജെറീസ് ഗ്രില്ലിൽ നിന്ന് മേടിച്ച ഫിലിപ്പൈൻസ് ഫുഡ്. പിന്നെ അത് തകർക്കാൻ ഇതൊക്കെ മേടിച്ചിട്ട് രണ്ട് കയ്യിലും രണ്ട് പൊതിയായിട്ട് നടക്കുന്ന ആള്. പിന്നെ സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് പോകുമ്പോ സ്ഥലത്ത് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ അതെ, അപ്പൊ ഒരുപാട് ആൾക്കാർ സീറ്റൊക്കെ. അപ്പൊ ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോവാ. ഞങ്ങളിത് നല്ലൊരു സ്ഥലം കിട്ടി. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഇത് ഞങ്ങൾ ഭക്ഷണങ്ങളൊക്കെ തുറന്ന് പതുക്കെ കഴിക്കാൻ പോവാണ്. മുന്നിക്കുട്ടിക്ക് ഒരു സ്നാക്സ് കൊടുത്തിട്ടുണ്ട്, ആളിത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുറന്നോ. ആദ്യം തന്നെ ഫിലിപ്പൈൻസ് ഫുഡാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. തുറന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. എനിക്ക് എന്താ പറയുക, വെറൈറ്റീസ് എപ്പോഴും ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫിലിപ്പൈൻസ് ഫുഡ് എന്തായാലും ഞാൻ തീർത്തുണ്ട്. അതെ, സേഫ് സൈഡ് നോക്കിയിട്ടേ അല്ല പട്ടിണി എടുക്കേണ്ടതില്ലേ, കാരണം ബിരിയാണി മാള് അഡ്ജസ്റ്റ് ചെയ്തു. ഫിലിപ്പൈൻ ഫുഡ് ാണ് ഈ ഫിലിപ്പൈനി ഫുഡ് മേടിച്ചത്. ഇത് ശരിക്കും ഒരു സ്റ്റീംഡ് റൈസാന്ന് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഉണ്ട്. ഇത് സ്റ്റീംഡ് റൈസ് കേട്ടോ. പിന്നെ ഇത് ബാർബിക്യൂ ചിക്കൻ. ഇത് പക്ഷെ ഒന്നും സ്പൈസി അല്ല എന്ന് പറഞ്ഞു, കാരണം ഫിലിപ്പൈൻ ഫുഡല്ലേ. പിന്നെ ഇത് വെർമിസെല്ലിൽ വെച്ചിട്ട് കുറച്ച് പ്രോൺസും പിന്നെ ചിക്കനൊക്കെ വെച്ചിട്ട് സലാഡൊക്കെ ഇട്ടിട്ട് ഒരു സംഭവം. പിന്നെ നമ്മുടെ തന്തൂർന്ന് ചിക്കൻ ബിരിയാണി, പിന്നെ അതിൻ്റെ സലാഡ്, സ്നാക്സ് മേടിച്ചിട്ടുണ്ട് മുന്നിൽ. ഇതൊക്കെയാണ് ഫുഡ്. കഴിച്ചിട്ട് നമ്മുടെ അഭിപ്രായം പറയാം എങ്ങനെയുണ്ട്. ഫിലിപ്പൈൻസ് ഫുഡ് അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പോവാം. ഒരു ഇലയിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ വാഴയിലാരെ അതുകൊണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. കണ്ട ഇലയിൽ അവർ സ്റ്റീം ചെയ്തെടുക്കുക. റൈസൊക്കെ ഉണ്ട്. ചിക്കൻ്റെ പീസ് കാണാനില്ല കേട്ടോ. ആ ഉണ്ട്, ഇത് ചിക്കൻ പീസൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയുണ്ട് നോക്കിയോട്ടെ. കഴിച്ചോക്കട്ടെ. ചിക്കൻ രസമുണ്ടാ? ഇന്നെനിക്ക് വേണോ? തരില്ല, കടിച്ചിട്ടുണ്ട്. രസമുണ്ട്. ഫിലിപ്പൈൻസ് ഫുഡ് എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ടേസ്റ്റ് ഒക്കെ ഉണ്ടത്. അപ്പോൾ ഓക്കെ, ഞാൻ കഴിക്കട്ടെ സമാധാനമായിട്ട്. ചിക്കൻ ബാർബിക്യൂ ഫിലിപ്പൈൻ സ്റ്റൈൽ. ഇത് സ്പൈസി അല്ല. എനിക്ക് കുറച്ച് സ്പൈസി ഭയങ്കര ഇഷ്ടമാണ് ബാർബിക്യൂലേക്കും. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. മുന്നിക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടും ചിലപ്പോൾ. മുന്നിക്ക് വേണോ?
തരൂല്ല തരൂല്ല. സ്വീറ്റ് അല്ലേ? റൈസ് എങ്ങനെയാണോ? കുഞ്ഞിക്കുട്ടി തൈര് കഴിച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടമായോ? ജെല്ലി വേണോ? ചെറുത് ഞങ്ങളെല്ലാവരും ഇതേ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. മുന്നി മാത്രം ലൈറ്റായിട്ട്. മുന്നി ഇതേ സർലാസ് അതുപോലെ ഇതെന്താ സ്വീറ്റ്സ് ആയിട്ട് എന്താ സ്വീറ്റ്സ് ഐറ്റംസ് ജെല്ലി ഐറ്റംസ് കഴിച്ചിട്ടുണ്ട്. മുന്നിത് തൈര് മാത്രം കഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ജെല്ലി അതും കഴിച്ചിട്ടുണ്ട്. മുന്നിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഫുഡ്. അതെവിടെ ഇരുന്ന് കഴിക്കാനുള്ള മടി കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഫുഡ്. ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനത്തെ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്ത് ഞങ്ങളുടെ തിരിച്ചിനി വീട്ടിലേക്ക് പോണ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്ത് കഴിച്ചു. പല വെറൈറ്റി ഫുഡുകളുണ്ട്. അത് പല രാജ്യങ്ങളുടെ ഫുഡുകളുണ്ട്. ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് കഴിക്കും. അതുപോലെ തന്നെ നല്ല നല്ല ഷോപ്പുകൾ, കാണാൻ ഭയങ്കര രസമുള്ള കാഴ്ചകൾ. ശരിക്കും ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഫാമിലിയല്ല ബാച്ചിലേഴ്സ് ആരായിട്ട് വന്നാലും ശരിക്കും കാണാനുള്ള കാഴ്ചകളുണ്ട്. അതുപോലെ എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഫുഡുണ്ട്. കുട്ടികൾക്കും പ്രായമുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഫുഡ്. എല്ലാ തരത്തിലുള്ളതുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം മുന്നിക്കുട്ടിക്കൊക്കെ ഭയങ്കര സന്തോഷമായി അവിടെ കളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്നില്ല ആൾ മണ്ണിൽ കളിച്ചിട്ടേക്കും. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.